നമ്മളെ കുടുംബത്ത് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് സംഭവിക്കുമ്പോൾ ആണ് നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാവുന്നത്. എഴുതി വെച്ചുകൊണ്ട് സിനിമ ആകുകയില്ല, ഡയറക്ടറുള്ളതുകൊണ്ട് വെച്ച് സിനിമ ആകുകയില്ല. പണം മുടക്കാൻ ഒരാൾ വേണം. ആ പണം മുടക്കുന്ന ആളെ പ്രധാനമായിട്ട് കണ്ടാലേ സിനിമ നന്നാവുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടമാണ്. അയാളും ഞാനും തമ്മിൽ റിലീസ് ചെയ്തതിൻ്റെ ഒരാഴ്ച ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു സമരം കയറി വന്നു. ഒരു കാര്യമില്ലാത്ത സമരം. ഇതുവരെ തങ്ങളുടെ പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചിത്രത്തിലെ നായികയായ ലതാദാസ്, അതോടൊപ്പം ആക്ടറും പ്രൊഡ്യൂസറും ഒക്കെ പ്രേംപ്രകാശ് സാറാണ് നമ്മളോടൊപ്പം. സാർ, എന്താണ് ഈ ചിത്രം പറയാൻ ഉദ്ദേശിക്കുന്ന പ്രമേയം? ഇതുവരെ എന്ന ചിത്രം നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇപ്പോൾ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് ഒരു പൊല്യൂഷൻ. ഈ പൊല്യൂഷനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അവയർനെസ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു പടമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ബ്രഹ്മപുരം പോലെയുള്ള പ്ലാന്റ്, അവിടെ നിന്ന് ഉയരുന്ന പുകപടലങ്ങൾ, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ എല്ലായിടത്തും ഉണ്ടാകുന്ന മറ്റു രീതിയിലുള്ള ഈ പറഞ്ഞ പുക പടലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ജനങ്ങളിലുണ്ടാക്കുന്ന ഏറ്റവും ദൂഷ്യകരമായ അവസ്ഥ, അത് ബാധിക്കുന്ന ഒരു കുടുംബം, അതാണ് കഥാതന്തു. അപ്പോൾ എക്കാലവും നമ്മുടെ ജനതയ്ക്ക് വളരെ ആവശ്യമുള്ള കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. നമുക്കൊരു അവയർനെസ് ഉണ്ടാക്കുകയാണ് എന്താണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നമ്മൾ സിനിമകൾ കാണുമ്പോൾ സാധാരണ പറയാറുണ്ട്, സിനിമ ഈസ് ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ്. നമുക്ക് 2 മണിക്കൂർ ഇരുന്ന് ചിരിച്ച് കളിച്ച് ഇറങ്ങിപ്പോകാം. ഒരു കണക്കിന് ശരിയാണ്, കോമഡി പടങ്ങളുണ്ട്, അല്ലെങ്കിൽ സീരിയസ് സിനിമകളുണ്ട്, ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷേ എത്ര സിനിമകൾ നമ്മുടെ മനസ്സിൽ കിടക്കും കാലങ്ങളോളം. ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം, തിയേറ്ററിൻ്റെ പടി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകുന്ന സബ്ജക്റ്റുകളുണ്ട്. അതേസമയത്ത് കാലങ്ങളോളം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ചില സിനിമകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, മലയാളികളെ സംബന്ധിച്ച് ചെമ്മീൻ എന്ന് പറയുന്ന പടം എക്കാലവും ഓർത്തിരിക്കും. എന്തുകൊണ്ടാണ്? അത് എന്തോ ഉണ്ട് അതിനകത്ത്. അതിൽ പല ഘടകങ്ങളുണ്ട്. അഭിനയമാണ്, പാട്ടാകാം, ഇതെല്ലാമും ഉണ്ട്. ഇപ്പോൾ ഹിന്ദിയിൽ വന്ന ഷോലെ എപ്പോൾ കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ കുറേ ജോണറിലുള്ള പടങ്ങൾ നമ്മൾ ഇതുണ്ട്. എന്നാൽ ഒട്ടും ഓർക്കാത്ത സിനിമകളുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഇതുവരെ എന്ന് പറയുന്ന പടം നമ്മുടെ മനസ്സിൽ ഒരു നീറ്റലുണ്ടാക്കും, ഒരു നൊമ്പരമായിട്ട് കിടക്കാം. അതേ സമയത്ത് നമ്മളെയൊക്കെ ബോധവാന്മാരാക്കും ഈ സിനിമ എന്നും സൂക്ഷിക്കാവുന്ന, ജനത്തിന് ആവശ്യമുള്ള, കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ എല്ലാ സിനിമയും സന്ദേശം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ ചില സിനിമയിൽ, എത്രയോ സിനിമകൾ നല്ല ചില ഉപദേശങ്ങളും സന്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. ഇത് കുറച്ചൊക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്യമമാണ് അനിൽ ചെയ്തിരിക്കുന്നത്. അനിൽ ടോമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിന്നാമിനിങ്ങിന് ശേഷം എടുക്കുന്ന 2ാമത്തെ പടമാണ്. വളരെ എന്താ പറയുന്നത്, ഞാനൊക്കെ ആസ്വദിച്ച് അഭിനയിച്ചതാണ്. പിന്നെ ഷാജോണും ഇരിക്കുന്ന നായിക, ഇവർ 2 പേരുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. അതോടൊപ്പം ഒട്ടും അപ്രസക്തമല്ലാത്ത ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ പെറ്റ് നെയിം തന്നെയാണ് ആ പടത്തിൽ എൻ്റെ കഥാപാത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്, കറിയാച്ചൻ എന്നുള്ള പേര്. അതൊരു രസമായിട്ട് തോന്നി. അതൊരു പക്ഷേ അനിലങ്ങനെ ചേർത്താണെന്ന് അറിയാൻ പറ്റില്ല, ഞാനുള്ളതുകൊണ്ട് എനിക്കറിയില്ല. പറഞ്ഞ് വളരെ ആസ്വദിച്ച് ചെയ്ത ഒരു പടമാണ്. ക്യാരക്ടറും ഓരോരുത്തരുടെയും ക്യാരക്ടറും വ്യത്യസ്തതയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. വളരെയധികം ഇമോഷണൽ സീൻസ് ഉണ്ട്. ഇതിൽ നിന്ന്, ഈ പുകപടലങ്ങളിൽ നിന്നും, അന്തരീക്ഷത്തിൽ ഉയരുന്ന ഈ പുകപടലിൽ നിന്നൊക്കെ അത് ബാധിക്കുന്ന ഒരു ഫാമിലി, അത് നമുക്കെല്ലാം ബാധകമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും ഇപ്പോൾ വളരെ ഇതല്ലേ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ, ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നതും ഒക്കെ ഇതിൽ പെട്ടതാണ്. അത് എത്രത്തോളം ഗവൺമെൻറ് അതിൽ ഒരു വിജയിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. ഇപ്പോൾ ഹരിതകർമ്മസേനയൊക്കെ ഉണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം കുറച്ചൊക്കെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരും അവരുമൊക്കെ ഈ സിനിമ മനസ്സിലാക്കി ഇതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെൻറ്റും ഒന്ന് സഹകരിക്കണമെന്നൊരു തോന്നൽ എനിക്കുണ്ട് കേട്ടോ. ഈ ചിത്രത്തിൽ ഷാജൻ സാറിൻ്റെ വൈഫായിട്ട് രാഗിണി എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
ആദ്യമായിട്ട് അനിൽ തോമസ് സാർ എന്നെ കാണാൻ വരുമ്പോൾ തന്നെ പറഞ്ഞു വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യേണ്ടി വരൂ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം ഈ ക്യാരക്ടറിലേക്ക് കടന്നപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മാർച്ച് 1-ാം തീയതി നമ്മളെ ഷൂട്ട് തുടങ്ങി. അവിടെ തുടങ്ങിയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സെയിം ആ പ്രശ്നം അവിടെ നടക്കണ അതേ പ്രശ്നം തന്നെ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പം നമുക്ക് ശരിക്കും അഭിനയിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ ആ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഇതിൽ നമുക്ക് അഭിനയം കൂടുതൽ ഒരു എന്താ പറയുക ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവം കൂടിയായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് മിന്നാമിനിങ്ങിന് ശേഷം അതിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ഒരു ഡയറക്ടറുടെ, ക്യാമറമാൻ്റെ, പിന്നെ ഷാജോൺ സാറിൻ്റെ, അതുപോലെ ലെജൻഡായിട്ടുള്ള സാറിൻ്റെയൊക്കെ കൂടെ ആ ക്രൂവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയൊരു എൻ്റെ കരിയറിൽ മീൻസ് ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് അധികം ആയിട്ടില്ല വന്നിട്ട്, പക്ഷെ എനിക്ക് നല്ലൊരു വേഷം ഇതിൽ ചെയ്യാൻ പറ്റി. അത് വലിയൊരു സന്തോഷമുള്ളതാണ്. നല്ല സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, ഡയറക്ടറായാലും കൂടെ അഭിനയിക്കുന്നവരായാലും. അപ്പോൾ നമ്മളൊക്കെ ന്യൂസുകളിലൊക്കെ കാണുന്നത് ഓരോ സ്ഥലത്ത് അങ്ങനെ സംഭവിക്കണു, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെല്ലാം സംഭവിക്കണം, നമ്മളത് വായിക്കണു, അതോടെ നമുക്ക് കഴിഞ്ഞു. മനസ്സിലൊരു വിഷമം ഉണ്ടാവുമെങ്കിലും കൂടെ നമ്മളെ കുടുംബത്ത് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് സംഭവിക്കുമ്പോൾ ആണ് നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാവുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു സ്ഥലത്ത് ഒരു ഫാമിലിയിൽ സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് അത്. നമ്മൾ ആ ദുരന്തം കഴിഞ്ഞു, പക്ഷേ അത് എങ്ങനെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യനെ അല്ലെങ്കിൽ ആ കുട്ടിയെ ബാധിക്കണു എന്നുള്ളത്, അവരെ മെൻ്റലി ആയാലും അവരുടെ ഒരു സർവൈവലായാലും അവർക്ക് പിന്നെ അവരുടെ ജീവിതം പോണത് എങ്ങനെയാണെന്നൊക്കെയുള്ള അതൊരു നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമേനെ വിജയിപ്പിക്കാൻ വേണം. എന്താ വെച്ചാൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാവർക്കും ഒരു അവയർനെസ്സും കൂടിയാണ് നൽകണത്. ഭാവിയിൽ നമ്മുടെ തലമുറയ്ക്ക് ഇതൊന്നും ഇനി സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ്സും കൂടിയാണിത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമയാണ്. പണ്ട് തൊട്ടേ നോക്കുകയാണെങ്കിൽ പ്രേംപ്രകാശ് സാർ പെരുവഴിയമ്പലം പോലെ കലാമൂല്യത്തിന് പ്രാധാന്യമുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഇപ്പൊ പത്മരാജ സാറിനെ പോലെ ഒരാളെയൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കലാമൂല്യം തന്നെയാണ് ഇന്ന് പ്രേംപ്രകാശ് സാറിന് മുന്നിൽ കാണുന്ന ആദ്യത്തെ പ്രയോറിറ്റി. കലാമൂല്യം എന്ന് പറയുമ്പോൾ പല ഘടകങ്ങളിൽ പെടും. ഇത് സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ്. ഇതിനകത്ത് ഇന്നത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പാഠം ഇതിനകത്തുണ്ട്. നമ്മൾ എത്രത്തോളം സൂക്ഷിക്കണം, നമ്മളെ ഭരിക്കുന്നവരെത്രത്തോളം അത് സംരക്ഷിക്കണം, ഇതിനൊക്കെയുള്ളൊരിത് കൊടുക്കുകയാണിത്. ഇപ്പോൾ ബ്രഹ്മപുരം കത്തിയത് ഞങ്ങളുടെ ഈ ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ യാദൃശ്ചികമായിട്ട്. അപ്പം ഞാൻ അനിലിനോട് ചോദിക്കുന്നത്, അല്ലേ ഈ സബ്ജക്റ്റ് എടുക്കുമ്പം അവിടെ ഈ കത്തലും ഉണ്ടായാൽ നിങ്ങൾ പോയി കത്തിച്ച മറ്റാണ്. ചുമ്മാ തമാശയിൽ പോലും ചോദിച്ചു പോയി കേട്ടോ. ദൈവം, ഞാൻ പറയുകയാണ്, ഈ ഷൂട്ടിങ് എത്രയോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കത്തലൊക്കെ ഉണ്ടായത്. വാസ്തവത്തിൽ അതൊരു വലിയ ഇതായിട്ട് അനുഗ്രഹം എന്നുള്ള അർത്ഥത്തിലേ അല്ല ഞാൻ പറയുന്നത്. ഈ വിപത്ത് നമ്മളത് അത് തിരിച്ചറിഞ്ഞ് അതാണ്, അത് ഭയങ്കരമായ ഇതല്ലേ, അതുകൊണ്ടുണ്ടാകുന്ന ഒരു കുടുംബത്തെ ബാധിക്കുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഞാൻ ഇവരുടെ ഫാമിലി ഷാജോൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പെറ്റ്നെയും അതിൻ്റെ അകത്തുണ്ട്, കറിയാച്ചനുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ മിന്നാമിനിങ്ങിലും അഭിനയിച്ച ആളാണ്. ഇതിനൊരു പ്രത്യേകത, ഏറ്റവും നല്ലൊരു പ്രായമുള്ള വ്യക്തിയായിട്ടാണ് അത്. ആ പടം നോക്കുമ്പോൾ മനസ്സിലാവും. വളരെ അതുപോലെ തന്നെ ഭയങ്കര ലവബിൾ ആണ് ഷാജോണിന്. അച്ഛൻ്റെ സ്ഥാനമാണ്. അതെ, ഷാജോൻ എന്നെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. അതുപോലെ ഒരു അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ ഒന്ന് എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെ 100ാമത്തെ സിനിമയായത്. ഞാൻ 70-ലാണ് ആദ്യം അഭിനയിക്കുന്നത്, അരനാഴിക നേരം. അതാണ് ഞാൻ ആദ്യം അഭിനയിച്ച പടം. ഇതെൻ്റെ 100ാമത്തെ ചിത്രമാണെന്ന് പറയുന്നതിൽ ഒരു സന്തോഷമുണ്ട്. അതിന് അനിലിനോടും നന്ദിയുണ്ട്. പിന്നെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ജോവിയലായിട്ട് പോയ ഒരു സെറ്റാണ്. തമാശ പറഞ്ഞ് വലിയ ഭയങ്കരമായ എന്താ പറയുന്നത്, ഒരു ഞങ്ങൾ തമ്മിലുള്ള എല്ലാവരും തമ്മിലുള്ള അടുപ്പം. അനിലാണെങ്കിലും വളരെ ഫ്രണ്ട്ലി. നമ്മളിപ്പോൾ അഭിനയിക്കുകയാണെന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അവിടെ പോയി നമ്മൾ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് എല്ലാം. ഒരു ടെൻഷനും അതിലില്ല. വളരെ വൃത്തിയായിട്ട് ഓരോ സീനും എടുത്തു, പക്ഷേ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ പടം പലതരത്തിലും ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അഭിനയിച്ചത് കൊണ്ട് അങ്ങനെയാണ്, അത് മഹത്തരമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പടത്തിൽ
നമുക്കെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു ഫാമിലിയുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. എന്നും ജനത്തിൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ആ പടത്തിൽ കൂടെ, ചില ക്യാരക്ടേഴ്സിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ പടം ജനങ്ങളൊന്ന് കാണണം, എന്നാലേ നമുക്കും നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് നമുക്കറിയാൻ മേല. സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ വെറും വിനോദ ഉപാധിയാണ് സിനിമ എന്ന് വിശ്വസിക്കുന്ന ആളേ അല്ല ഞാൻ. അത് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ പല പടത്തിൽ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അത് പോരാ. നമുക്കിപ്പോൾ ഒരു സിനിമയിൽ കൂടെ ഒരു സന്ദേശം കൊടുക്കാനൊന്നും എല്ലാവർക്കും ഒന്നും വേണമെന്നുമില്ല. ആ സന്ദേശം അനുസരിച്ച് ജനം ജീവിക്കുമൊന്നുമല്ല. പക്ഷേ എവിടെയോ മനസ്സിൽ നമ്മുടെ കൊള്ളും, നമ്മുടെ മനസ്സിൽ കിടക്കും. ഈ സിനിമയുടെ ഇതിവൃത്തം അതാണ് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ പോലുള്ളവരൊക്കെ പറയാറുണ്ട് സിനിമ ഒരാളെ അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നും പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതല്ല, ചില പാഠങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം സന്ദേശം എന്ന് പറയുന്ന സത്യൻ്റെ പടം വളരെ പ്രസക്തിയേറി വരുന്നത് പോലെ കാണും. പലയിടത്തും ട്രോൾ ചെയ്യുന്നു, അത് വരുന്നത് അത് വളരെ ലെവലൻ്റായിട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓരോ സീനും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് പ്രസക്തിയുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ പഠിക്കുക. ഇവരുടെ ഫാമിലി അനുഭവിക്കുന്ന ദുരന്തം, ആ വിഷമങ്ങൾ, അവർ പോയ ആ ട്രോമ എന്ന് പറയുന്നത് ഭയങ്കര ഗുരുതരമായ ഇതാണ്. അത് ഇതിൽ നിന്നുണ്ടാകുന്ന ഈ ശ്വസിക്കുന്ന ഇതിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ, ആ പൊല്യൂഷനുള്ള അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് അത് എല്ലാ അർത്ഥത്തിലും ജനങ്ങളത് സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വെറുതെ 2 മണിക്കൂർ ചിരിച്ച് ഇറങ്ങി മാത്രം നമുക്കത് വേണം, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം പ്രിയൻ്റെയും സത്യൻ്റെയും ഒക്കെ പടങ്ങൾ, എത്രയോ രസമുള്ള കോമഡി പടങ്ങൾ ഇന്ന് നമ്മൾ ആസ്വദിക്കുന്നുണ്ടല്ലോ, അത് അതിൻ്റേതായ ഒരു തലമുണ്ട്. ഇപ്പോൾ പ്രേമകഥകളാണെങ്കിൽ അതിൻ്റേതായ ഒരു തലമുണ്ട്, സീരിയസ് കുടുംബകഥകളുണ്ട്. ഇതിനകത്തൊരു ഇഷ്യൂ ബേസ്ഡ് ആയത്, ഇത് ആ ഇഷ്യൂ ബേസ് ചെയ്തുള്ളാക്കിയ ഒരു കഥയാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഈ കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയൊക്കെ വിമർശിക്കുന്ന രീതിയിൽ കഥാപാത്രങ്ങൾ പ്രത്യേകം ഇപ്പൊ പ്രേംപ്രകാശ് തെരഞ്ഞെടുക്കുന്നതായിട്ട് ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അല്ലല്ലേ നിർണായകം പോലുള്ള സിനിമ കഥാപാത്രം അത്രയ്ക്ക് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. അല്ല, അത് എൻ്റെ മാത്രമല്ല, അത് എഴുതിയ അത് എൻ്റെ മക്കൾ തന്നെ എഴുതിയ ബോബി സഞ്ജയ് എഴുതിയതാണ്. അപ്പോൾ അവരുടെ മാത്രമല്ല, ഇതുപോലെ എഴുത്തുകാർ എഴുതുന്ന ഓരോ കഥാപാത്രവും ഒരു ആക്ടറിൽ കൂടെ വരുന്നു. ഇപ്പോൾ ഷാജോൺ തന്നെ എനിക്ക് തോന്നുന്നത്, ഷാജോൺ ബേസിക്കലി ഒരു കൊമേഡിയനായിട്ടൊക്കെ വന്നതാണ്, കൂടുതലും കോമഡി ഫ്ലെയറുള്ള ഒരാളാണ്. അതിനകത്ത് ഇതിൽ വളരെ മനോഹരമായിട്ട് ഈ സീരിയസ് റോൾ അങ്ങ് അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു നായക തലത്തിലേക്ക് ഷാജോൺ ഉയർന്നിട്ടുണ്ട്. അത് അപാരമായിട്ട് ചില സീൻസ് ഷാജോൺ ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതൊക്കെ അല്ല, അതൊക്കെ ഒരു പുതുമയാണ്. കാരണം ഷാജോനെ പോലൊരു അഭിനേതാവിനെ ഈ ഒരു ക്യാരക്ടറിനെ തിരഞ്ഞെടുക്കുകയും അത് മനോഹരമായിട്ട് ചെയ്യുകയും കൂടെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഏത് ക്യാരക്ടറാണെങ്കിലും തന്നാൽ നമ്മൾ ആ കഥാപാത്രമാകാൻ ശ്രമിച്ച് തന്നെ ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ. ഇപ്പം എനിക്കങ്ങനെ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല, കിട്ടുന്ന റോളുകൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇപ്പം 2 സീനാണെങ്കിലും 3 സീനാണെങ്കിലും ഞാൻ ചെയ്യേണ്ട കഥാപാത്രം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഞാൻ അതാകാൻ ശ്രമിക്കും. ഉദാത്തമായ അഭിനയം കാഴ്ചവെച്ചെന്നല്ല ഞാൻ പറയാം. നമ്മൾ ആ കഥാപാത്രമാകാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-85 വയസ്സ് ഒക്കെ ഉള്ള ഒരു ഇതാണ്. പക്ഷേ ആ മാനറിസം എന്താണ് എന്ന് എൻ്റെ മനസ്സിൽ ഞാനൊരു കാഴ്ചപ്പാടുണ്ട്. അത് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും മാറ്റം വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ പറയും അത് ഇന്നത് ചെയ്യേണ്ട, ഇന്നതല്ല അത്. അങ്ങനെ പല അതപ്പം നമ്മുടെ ഓരോ മനുഷ്യനും ദൈവം അഭിനയിക്കാനുള്ള കഴിവ് എവിടെയോ സ്വതന്ത്രമായിട്ട് എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുമുണ്ട്. അത് നമ്മൾ ഓരോ പടം ചെയ്യുമ്പോൾ നമ്മൾ അത് എന്താ പറയുക, നമുക്ക് കിട്ടുന്ന റോളുകൾ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അല്ല, എനിക്ക് നേരത്തെ ഹസ്ബൻഡിനെയൊക്കെ അറിയാം. അറിഞ്ഞിട്ട് പിന്നെ സാറിന്റെ കൂടെ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. സാർ ഇതിലുണ്ട് എന്ന് പറഞ്ഞപ്പോ, അഭിനയിക്കാൻ വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അതൊന്നുമില്ല, പക്ഷെ ആള് നല്ല സപ്പോർട്ടായിട്ട് ചില സീനൊക്കെ ചെയ്യുമ്പം നമ്മളും കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടില്ലെന്നില്ല, അതൊന്നും നമ്മളായിട്ട് കൊടുക്കുക.
അല്ല അങ്ങനെയൊന്നും അല്ല. അത് ഇപ്പം നമ്മളെക്കാൾ മുകളിലുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ചിലത് കണ്ടുപിടിക്കാറുണ്ട്. അത് നമ്മൾ അനുകരിക്കും എന്ന് നമുക്ക് പറയാൻ ഒക്കുകയില്ല. അത് ശരിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഇരുന്നിട്ടുള്ള സീൻസ് ഒക്കെ ആ സമയത്ത് സാർ എടുക്കുന്ന ആ ടൈമിങ്, ആ ഡയലോഗ്, പ്രസന്റേഷൻ, അതൊക്കെ നമുക്കത് കണ്ടു പഠിക്കാൻ പറ്റും. പറഞ്ഞു തരണ്ട. ഇല്ല ഇത് ശരിക്കും കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വളരെ സെന്റിമെന്റൽ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. വളരെ വളരെ ഇതായിട്ടുള്ള സീൻസാണ്. പിന്നെ അനിൽ അത് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് വേണ്ടത്. നമുക്ക് സ്വസിദ്ധമായിട്ട് കുറേ മാനറിസംസ് നമ്മളിലുണ്ട്. അത് നമ്മൾ എങ്ങനെയും വരും. നമ്മൾ കൈയെടുക്കുന്നതും നമ്മൾ നോക്കുന്നതും ചുണ്ടടക്കുന്നതും ഒക്കെ നമ്മുടെ ഒരു സ്ഥിരമായ ശൈലിയുണ്ട്. അത് ചിലയിടത്ത് ഒതുക്കി നിർത്തി, ചിലപ്പോൾ മാറ്റി നിർത്തി ചെയ്യേണ്ടി വരും. ചില നോട്ടങ്ങളും അതൊക്കെ ക്യാമറാമാനും ഡയറക്ടറും കൂടെയൊക്കെ അത് പറഞ്ഞു തരും. അനിൽ സാറിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഇമോഷണലായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ ഇപ്പം പറയാൻ പറ്റില്ല, എന്നാലും അതിലത്തെ കുറേ സീൻസുകളുണ്ട്. അത് ഓരോന്നും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അത് നമുക്ക് എടുത്ത് ചോദിക്കാം, ഇതിങ്ങനെ ചെയ്തൂടെ നമുക്ക്. അപ്പം ആ ഒരു ഫ്രീഡം നമുക്കുണ്ട്. അപ്പോൾ സാർ പറയാം അങ്ങനെ ആയിക്കോട്ടെ, അതാണ് നല്ലതാവണമെന്ന് വെച്ചാൽ നമുക്ക് അത് തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേത് ചെയ്യാം. അങ്ങനെ നമ്മളോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു സീൻ ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത്ര സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ളപ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം ഇപ്പം മലയാളികൾക്ക് സുപരിചിതമായ അവരെത്ര കണ്ട് മനസ്സിലാക്കിയ ഒരു വലിയ ദുരന്തത്തിന്റെ കഥയാണ്. 2018 പോലെ പ്രേക്ഷകർ ഒരുപാട് സ്വീകരിച്ച ഒരു വിഷയം തന്നെയാണ്. ഇപ്പം ഇതിൽ പ്രധാന ഘടകമായി വരുന്ന ഇതിന്റെ മ്യൂസിക് ആയിരിക്കും. കാരണം അതെങ്ങനെ എത്രത്തോളം ഔസേപ്പച്ചൻ സാറാണ് ഡെയിലി പ്രോമിസിങ് കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു അത്? ഔസേപ്പച്ചൻ്റെ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഔസേപ്പച്ചനുമായിട്ടുള്ള ബന്ധം വളരെ ദീർഘമാണ്. എൻ്റെ 5 സിനിമകൾക്ക് മ്യൂസിക് ചെയ്ത ആളാണ് ഔസേപ്പച്ചൻ. ആകാശദൂത് തൊട്ട് എൻ്റെ വീടപ്പൂൻ്റെയും അയാളും ഞാനും തമ്മിൽ, ദില്ലി വര, രാജകുമാരൻ, ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുണ്ട്. മിന്നാമിനിങ് എടുക്കുമ്പോൾ തന്നെ അനിൽ എന്നോട് ആവശ്യപ്പെട്ടു, എനിക്കൊരു മ്യൂസിക് ഡയറക്ടർ വേണം, നമ്മുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ. ഞാൻ അപ്പോഴേ അവസരപ്പിച്ച അതേ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, പ്രോമിസിങ് ഡയറക്ടറാണ്, കൂടെ നിൽക്കണം, റീറെക്കോർഡിങ്. അങ്ങനെ ആ ബന്ധം മിന്നാമിനിങ്ങിലും ചെയ്തു, ഇതിലും ചെയ്തു. മനോഹരമായ റീറെക്കോർഡിങ് ഈ പടത്തിലെ. അതായത് പല സിറ്റുവേഷൻസിലൊക്കെ ഭയങ്കരമായിട്ട് അതിൻ്റെ റീമ്യൂസിക്കാണ് ഏറ്റവും ഹൈലൈറ്റ്. ഒരു പാട്ടാണുള്ളത്, സുന്ദരം പാട്ടുമാണ്, നല്ല പാട്ടാണ്. അത് ഔസേപ്പച്ചനും പിന്നെ പാടിയിരിക്കുന്നത് സച്ചിൻ ബാലു, ഇവർ രണ്ടുപേരുടെയാണ് പാടിയിരിക്കുന്നത്. ആ പാട്ടുകൾ നല്ല, ഇപ്പോൾ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാട്ട് ഒരു പാട്ടിനെ സാങ്കത്യമുള്ളൂ അതിൻ്റെ അകത്ത്. ആ കഥ പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടമാണ്. അതും ഔസേപ്പച്ചൻ അസലായിട്ട് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, ഔസേപ്പച്ചൻ്റെ മ്യൂസിക് സെൻസ് ഭയങ്കരമാണ്. ആ സീൻസ് ഇട്ട് കൊടുത്താൽ തന്നെ അന്നേരം പുള്ളിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലതല്ലേ. മലയാള സിനിമ ഒന്നും ഇതായിട്ട് കിടക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പടങ്ങൾ വരണം, പുതിയ ആൾക്കാർ വരുന്നു, പുതിയ ട്രെൻഡ് വരുന്നു. പിന്നെ ജനങ്ങൾ അതിലേക്ക് വന്നു. OTT ഒക്കെ പടങ്ങളുണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ പോയി കാണണം എന്ന് ഉള്ള ഒരു ഘട്ടം വരുന്നുണ്ട്. പക്ഷേ അവിടെയും ഉള്ളൊരു വിഷമം, ഒരുമിച്ച് നിൽക്കേണ്ട ഇൻഡസ്ട്രിയിലെ ആൾക്കാർ തമ്മിൽ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇതുണ്ടായി ആവശ്യമില്ലാതെ സമരങ്ങളുണ്ടാകുന്നു. അതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട. ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കുക. ഒന്നാമത് പ്രൊഡ്യൂസർ എന്ന ആളെ ആദ്യം കാണണം. പണം മുടക്കാൻ ഒരാളുണ്ടെങ്കിൽ സിനിമ യാഥാർത്ഥ്യമാകും. എഴുതി വെച്ചുകൊണ്ട് സിനിമ ആകുകയില്ല, ഡയറക്ടറുള്ളതുകൊണ്ട് വെച്ച് സിനിമ ആകുകയില്ല. പണം മുടക്കാൻ ഒരാൾ വേണം. ആ പണം മുടക്കുന്നയാളെ പ്രധാനമായിട്ട് കണ്ടാലേ സിനിമ നന്നാവുള്ളൂ. ഇപ്പം നമുക്കിവിടെ ചെയ്യുമ്പോഴുണ്ട് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഉണ്ട്. എന്തെങ്കിലും അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അത് തീർക്കുക. അല്ലാതെ പത്രത്തിൽ കൂടെ അതും പറയുക, അല്ലെങ്കിൽ ആ പടം റിലീസ് ചെയ്യേണ്ട, കുറച്ച് ദിവസത്തേക്ക് അടച്ചിടുക. ഞാനതിനെതിരെ. ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷററായിരുന്നു 5 കൊല്ലം. അവിടെയും ഞങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ നല്ല രഞ്ജിത്തും സുരേഷും ഒക്കെ. ഞങ്ങളൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം അന്നേരം തീർക്കുക. അതൊന്നും ജനങ്ങൾ അറിയേണ്ടതല്ല, പരസ്പരം പറഞ്ഞു തീർക്കുക. ചെറിയ കാര്യങ്ങളാണ്. ഇത് അൾട്ടിമേറ്റ് ബാധിക്കുന്നത് പണം മുടക്കുന്നയാളെയാന്ന് ഓർക്കണം. അയാളും ഞാനും തമ്മിൽ റിലീസ് ചെയ്തതിൻ്റെ ഒരാഴ്ച ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു സമരം കയറി വന്നു. ഒരു കാര്യമില്ലാത്ത സമരമാണ്.
അന്ന് ഞങ്ങൾ ഇവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ സമരം ചെയ്യരുത്, സമരം എവിടെ 10 ദിവസം സമരം ചെയ്തു. എന്നെ എത്രയോ ബാധിച്ച ആ പടത്തെ. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ആ പടത്തിന് നല്ലൊരു അഭിപ്രായം ഉള്ളതുകൊണ്ട് അതിന് ശേഷവും പടം നന്നായിട്ട് ഓടി. ഞാൻ പറഞ്ഞു, ഇത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ സിനിമാ സുഹൃത്തുക്കളോട് പറയുന്നത്, ഇനിയെങ്കിലും ഒരു സമരം ഒഴിവാക്കുക. പരസ്പരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, ഏത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക. എവിടെ കുറ്റം ഉണ്ടെങ്കിൽ അവരെ കുറ്റം എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് അതിന് റെമഡി ഉണ്ടാക്കുക. അല്ലാതെ തിയേറ്റർ അടച്ചിടുക, തിയേറ്ററിൽ പടയില്ലാതിരിക്കുക, അത് ജനങ്ങളെ ദ്രോഹിക്കുകയല്ലേ. ഇതൊരു കംപ്ലീറ്റ് എൻ്റർടൈനർ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല, അങ്ങനത്തെ ഒരു തീമല്ല. പക്ഷേ ഇത് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വിമർശനമായിട്ട് വരുമോ സൊസൈറ്റിക്ക് എതിരെ ഒന്നും പറയുന്നില്ല. സൊസൈറ്റിക്ക് ഗുണമുള്ളതല്ലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജനങ്ങളെ ഒരു കാര്യം ബോധിപ്പിക്കുകയല്ലേ, ഒരു ഉത്ബോധനം ചെയ്യുകയാണ് ഗവൺമെൻറ്റിനെയും എല്ലാവരെയും. നമ്മളും സാധാരണക്കാരെ നമ്മളും ഇതിനെതിരെ എന്ത് ചെയ്യണം? ജനങ്ങളുടെ ആണ് അത്. ജനങ്ങൾക്ക് വേണ്ടി എടുത്ത, ആരെയും നോവിച്ചൊന്നും എടുത്തിരിക്കുന്ന പടമൊന്നുമല്ല. ആരും ഇതിനകത്ത് കുറ്റക്കാരാന്ന് പറയുകയല്ല വേണ്ടിയത്. ജനങ്ങൾ ഇത് നമ്മൾ ഒന്നാമത്തെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണല്ലോ എല്ലാം. അപ്പോൾ അതനുസരിച്ചൊരു പരസ്പര ധാരണയോടുകൂടി പോകണം. ഇത് ആരോഗ്യപരമായ പ്രശ്നത്തെയാണ് ബാധിക്കുന്നത് അല്ലേ? മനുഷ്യൻ്റെ ആരോഗ്യവും അത് ബാധിക്കുന്ന സാധനമാണ്. അതിനൊരു റെമഡി ഈ സിനിമയിൽ പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിന് എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെയും സഹകരണം ഈ സിനിമയോടുള്ളതാകണം. അതോടൊപ്പം തന്നെ ഇതൊരു ഹൃദയസ്പർശിയായിട്ടുള്ള കുടുംബചിത്രം കൂടിയാണ്. ഇത് കുടുംബത്തിന് മീൻസ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഈ ചിത്രത്തിലുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതൊരാഗ്രഹമാണ്. കാരണം പണം മുടക്കിയ ഒരു പ്രൊഡ്യൂസറുണ്ട്, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് മാസങ്ങളോളം ഇതിൻ്റെ പുറകിലിരുന്ന് എഴുതുകയും സംവിധാനവും ചെയ്ത അനിൽ തോമസ് ഉണ്ട്. പിന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി ജോലി ചെയ്ത ആർട്ടിസ്റ്റുകളുണ്ട്. മറ്റ് അണിയറ പ്രവർത്തകരെല്ലാം ഉണ്ട്. 40-50 ദിവസത്തെ കഷ്ടപ്പാടാണിത്. അപ്പം ജനങ്ങളുടെ ഒരു സഹായം ഇതിനകത്ത് ആവശ്യമാണ്. ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്, അത് നിങ്ങൾ സ്വീകരിക്കുക. അത് സ്വീകരിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ഇപ്പം വിമർശനങ്ങൾ ഏത് തരത്തിലുണ്ടാകും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. അത് അവർ കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കട്ടെ. പക്ഷേ ഇതെന്നും മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു സിനിമയായിരിക്കും. ഇതിനകത്ത് ചില സന്ദേശം എന്ന് ഞാൻ പറയുന്നത്, നമ്മൾക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്, നമുക്ക് തന്നെയല്ല വരും തലമുറയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇത് എല്ലാവരിലേക്കും എത്തിക്കണം. നമ്മൾക്കുള്ളൊരു അവയർനെസ്സും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കുള്ളൊരു അവയർനെസ് ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബചിത്രം കൂടിയാണ്. സന്തോഷം. അതൊക്കെ ദൈവാനുഗ്രഹം എന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ ഈ പാട്ടുകൾ ഗുഡ്വില്ലല്ലേ ഇറക്കുന്നത്. എത്ര ഇപ്പോൾ ജോബി എത്ര പടങ്ങളുടെ പാട്ട് ഞങ്ങളുടെ എടുത്തു. എൻ്റെ കഴിഞ്ഞ പടം ജോബി എടുത്തു, എവിടെ എന്ന് പറയുന്ന പടം ജോബി എടുത്തു. അപ്പോൾ അതിങ്ങനെ എല്ലാം റീച്ച് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനും ഗുഡ്വില്ലിനും നമ്മുടെ എല്ലാ ആശംസകളും ഉണ്ട്. അവരുടെ സഹായം ഇതിനുണ്ടാവണമെന്ന് വിചാരിക്കുന്നു. കാരണം പാട്ട് അതുപോലെ ഇതാകുന്നുണ്ടെങ്കിലേ തീർച്ചയായിട്ടും. എനിക്കറിയാം ജോബി തന്നെ ഒരു വലിയ പ്രൊഡ്യൂസറാണ്. അപ്പോൾ പിന്നെ പറയണം.